മർത്ത ആൻഡ് മേരി എന്ന പ്രോഗ്രാമിലേക്ക് ഷാലോം ടി വിയിലെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം. പ്രകൃതിയിലൂടെ ദൈവസ്നേഹത്തെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്ന ഒരു സന്യാസിനി. മെഡിക്കൽ മിഷൻ സന്യാസിനി സമൂഹത്തിലെ അംഗമായ സിസ്റ്റർ മേരിക്കുട്ടി തൻ്റെ വ്യക്തിജീവിതത്തിലും പ്രവർത്തന മേഖലയിലും ഏറെ പ്രത്യേകതകൾ നിറഞ്ഞ വ്യക്തിയാണ്. കാഠിന്യമേറിയ രോഗാവസ്ഥയിലൂടെ കടന്നുപോയപ്പോൾ പ്രകൃതിയിൽ ദൈവത്തിൻ്റെ സൗഖ്യദായകമായ കരം തിരിച്ചറിഞ്ഞ സിസ്റ്റർ ഇന്ന് താൻ തിരിച്ചറിഞ്ഞ ഈ ദൈവസ്നേഹം മറ്റുള്ളവർക്ക് പകർന്നു നൽകുന്നതിനായി അക്ഷീണം പരിശ്രമിക്കുന്നു. പ്രകൃതിയിൽ ദൈവം നിക്ഷേപിച്ചിരിക്കുന്ന തനതായ രോഗപ്രതിരോധ മാർഗങ്ങളിലൂടെ ആരോഗ്യം വീണ്ടെടുക്കാൻ നമ്മെ സഹായിക്കുന്ന ചികിത്സാ രീതിയാണ് പ്രകൃതി ജീവനം. ചങ്ങനാശ്ശേരിയിലുള്ള ആയുഷ്യ എന്ന പ്രകൃതി ജീവന കേന്ദ്രത്തിൽ സുപ്രധാന പ്രവർത്തനം കാഴ്ചവെക്കുന്ന സിസ്റ്റർ മേരിക്കുട്ടിയുടെ ജീവിത പ്രവർത്തന മേഖലകളിലെ വിശേഷങ്ങളിലൂടെ നമുക്ക് കടന്നു ചെല്ലാം. മർത്ത ആൻഡ് മേരി എന്ന പ്രോഗ്രാമിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സിസ്റ്ററിന് വീണ്ടും സ്വാഗതം. കഴിഞ്ഞ ആഴ്ച മിഷൻ പ്രവർത്തനങ്ങളെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തത്. സിസ്റ്റർ അവിടെ നിന്ന് തിരിച്ചു വരാനുണ്ടായ കാരണങ്ങൾ. ഞാൻ നാഗാലാൻഡിൽ നിന്ന് തിരിച്ചു വരാനായിട്ടുള്ള കാരണം 2010 എനിക്ക് ക്യാൻസറായിട്ട് ഡയഗ്നോസ് ചെയ്തു. അപ്പം ഡയഗ്നോസ് ചെയ്യുന്നതിന് ഒരു മാസം മുമ്പ് ഞാൻ വില്ലേജിലായിരുന്നു, ഷില്ലോങ്ങിലായിരുന്നു. ഷില്ലോങ് വില്ലേജിൽ കൂടെ ആയിരുന്ന സമയത്ത് ആണ് എനിക്ക് ബ്രസ്റ്റിലൊരു മുഴ പോലെ അനുഭവപ്പെട്ടു. അപ്പം ഞങ്ങളുടെ ഫോർമേഷൻ സമയത്തൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ശരീരത്തിൽ എവിടെയൊരു മുഴകളൊക്കെ കാണുവാണെങ്കിൽ വെച്ചുകൊണ്ടിരിക്കരുത്, വേണ്ടി ടെസ്റ്റ് ചെയ്ത് വേണ്ടി ചെയ്യണമെന്ന്. അപ്പം ഞാനോർത്ത് ഏതായാലും 10 ദിവസത്തെ ഒരു പ്രോഗ്രാമായിട്ടാണ് വില്ലേജിൽ ചെന്നത്. അതായാലും കഴിഞ്ഞിട്ട് തിരിച്ച് ചെന്ന് കഴിഞ്ഞ് പറയാം എന്നുള്ള ഇതിൽ ഞാൻ അനങ്ങിയില്ല. തിരിച്ചു വന്നു കഴിഞ്ഞു ഞാൻ സിസ്റ്ററിനോട് പറഞ്ഞു. സിസ്റ്റർ നേഴ്സായിരുന്നു. സിസ്റ്റർ പെട്ടെന്ന് എന്നെ കണ്ടിട്ട് പറഞ്ഞു നമുക്കൊരു ഡോക്ടറിനെ കാണാൻ പോകാം. അങ്ങനെ പോയി കൊഹിമയിൽ അവിടുത്തെ ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലായിരുന്നു. ഞങ്ങൾക്ക് പരിചയമൊക്കെയുള്ള ഡോക്ടേഴ്സാണ്. അവരുടെ അടുത്ത് പോയി ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും ഡോക്ടർ പരിശോധിച്ചിട്ട് പറഞ്ഞു ടെസ്റ്റ് ചെയ്യണം, ഈ മുഴ ഒരു കോഴിമുട്ടയുടെ അത്രയും വലിപ്പമുണ്ട്, അതുകൊണ്ടൊന്ന് ടെസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞു. അതുകൊണ്ട് പിന്നെ ഞങ്ങൾ ടെസ്റ്റ് ചെയ്യാനായിട്ട് പോയി. ടെസ്റ്റ് ചെയ്തേച്ച് അതിൻ്റെ റിപ്പോർട്ട് 2 ദിവസം ആകും കിട്ടാൻ. അതുകൊണ്ട് ഞങ്ങളുടെ ഫോൺ നമ്പർ മേടിച്ചു. വിളിച്ച് പറഞ്ഞേക്കാൻ, റിപ്പോർട്ട് ശരിയാകുമ്പം പൊക്കോളാൻ പറഞ്ഞു വിട്ടു. 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേനും ഫോൺ വന്നു, റിപ്പോർട്ട് ശരിയായി, എപ്പോഴേലും വന്ന് വാങ്ങിക്കുക. പക്ഷെ ആദ്യത്തെ റിപ്പോർട്ട് നെഗറ്റീവായിരുന്നു. അപ്പം ഡോക്ടറിനെ വേറൊരു സർജൻ്റെ അടുത്തേക്ക് വിട്ടു. സർജൻ്റെ അടുത്ത് ചെന്ന് വെച്ച് പറഞ്ഞു ടെസ്റ്റ് റിപ്പീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പം വീണ്ടും റിപ്പീറ്റ് ചെയ്തു. അതിൻ്റെ റിപ്പോർട്ട് കിട്ടി, അത് പോസിറ്റീവായിരുന്നു. അപ്പം ഡോക്ടർ തന്നെ നേരിട്ട് എന്നോട് പറഞ്ഞു ക്യാൻസറാണ്. ക്യാൻസറാന്ന് കേട്ടപ്പോഴേ ആകപ്പാടെ ഞാൻ പൊട്ടിക്കരഞ്ഞു പോയി. അപ്പം അന്നൊക്കെ ക്യാൻസർ എന്ന് കേൾക്കുന്നത് ഭയങ്കര ഒരു ഭീതിയായിരുന്നു. അപ്പം അങ്ങനെ ഇരുന്നപ്പോൾ സിസ്റ്റേഴ്സ് ഞങ്ങളുടെ പ്രൊവിൻഷ്യലിൽ വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങളെ കമ്മ്യൂണിറ്റിയിൽ തന്നെ തീരുമാനിച്ച് എവിടെ ഓപ്പറേഷൻ ചെയ്യണം. അങ്ങനെ ഞങ്ങൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നപ്പം കേരളത്തിൽ നിന്ന് സിസ്റ്റേഴ്സ് വിളിച്ച് പറഞ്ഞു അവിടെ ഒന്നും ചെയ്യണ്ട, അവിടുത്തെയൊക്കെ ടെസ്റ്റ് എങ്ങനെയാണെന്ന് നമുക്കറിയത്തില്ലല്ലോ, അതുകൊണ്ട് കേരളത്തിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞ് ഇവിടെ പോയി ഒരു സെക്കൻഡ് ഒപ്പീനിയൻ കൂടെ ചെയ്തിട്ട് എന്താണ് ചെയ്യുക. അപ്പോൾ അങ്ങനെയാണ് ഞാൻ കേരളത്തിൽ നിന്ന് തിരിച്ചു വരുന്നത്. വന്ന് ഇവിടെ കോട്ടയത്ത് കാരിത്താസിൽ പോയി ടെസ്റ്റ് ചെയ്തു. അവിടെ ടെസ്റ്റ് ചെയ്യാനായിട്ട് ഫ്ലൂയിഡ് കൊടുത്തേച്ച് പോന്നു. 2 മണിക്കൂർ കഴിയും റിപ്പോർട്ട് കിട്ടാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ മഠത്തിൽ തിരിച്ചു വന്നു. സിസ്റ്റേഴ്സ് പറഞ്ഞു പോയി റെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇന്ന് റെസ്റ്റ് ചെയ്യാനൊന്നും പറ്റുന്നില്ല. ഞാൻ പിന്നെ ചാപ്പലിൽ പോയി കുറച്ച് നേരം ഇരുന്നു. കുറച്ച് നേരം ഞാൻ ഇരുന്നേച്ച് ഞാൻ മുറിയിൽ പോയി എൻ്റെ ബൈബിൾ എടുത്തുകൊണ്ട് വന്നു. ബൈബിൾ എടുത്തുകൊണ്ട് വന്ന് കുറച്ച് ബൈബിൾ ഭാഗങ്ങൾ വെറുതെ കുറച്ച് പേജുകൾ മറിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഒരു പേജിൽ ഞാൻ കണ്ടത് വിശുദ്ധിയിലേക്കുള്ള വിളി. വീണ്ടും ഞാൻ 1-2 പേജ് മറിച്ചു. അന്നേരം എഴുതിയിരിക്കുന്നു ശാന്തമാവുക, ഞാൻ ദൈവമാണെന്നറിയുക. അങ്ങനെ കുറച്ച് ദൈവവചനം എനിക്ക് കിട്ടിയപ്പോഴത്തേനും ഞാൻ അറിയാതെ ഒരു ശാന്തത എന്നിലേക്ക് വന്നു. അപ്പം ഞാൻ മുട്ടുകുത്തി നിന്ന് തമ്പുരാനോട് ഇത്ര മാത്രം പറഞ്ഞു, റിപ്പോർട്ട് എന്താണെങ്കിലും അത് സ്വീകരിക്കാനായിട്ടുള്ളൊരു കൃപ തരണം.
അത്രയും പ്രാർത്ഥിച്ചേച്ച് ഞാൻ അവിടെ ഇരുന്നു. കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേന് സിസ്റ്റർ റിപ്പോർട്ട് കൊണ്ട് വന്നു. വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു റിപ്പോർട്ട് ഈസ് ദ സെയിം. അപ്പോൾ എനിക്ക് യാതൊരു ഭാവഭേദം അന്നേരം ഇല്ലായിരുന്നു. അപ്പോൾ അവിടെ തമ്പുരാൻ്റെ വലിയൊരു ഇടപെടൽ എനിക്ക് അനുഭവപ്പെട്ടു. അത് കഴിഞ്ഞ് സർജറി ചെയ്യണമെന്നുള്ളതാണ്. അങ്ങനെ ഓപ്പറേഷൻ ചെയ്തു. അതിനുശേഷം വീണ്ടും കാരിത്താസിൽ അതിൻ്റെ ഫോളോ അപ്പ് ടെസ്റ്റിനൊക്കെ ആയിട്ട് പോയി, ചെക്കപ്പിനായിട്ട് പോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും ഡോക്ടർ ഗംഗാധരനായിരുന്നു എൻ്റെ ഡോക്ടർ. ഡോക്ടർ കണ്ടിട്ട് പറഞ്ഞു കീമോതെറപ്പി എടുക്കണമെന്ന് പറഞ്ഞു. കീമോതെറപ്പി എടുക്കണമെന്ന് പറഞ്ഞപ്പോൾ വീണ്ടും ഞാൻ കരഞ്ഞു. കാരണം കീമോതെറപ്പി എടുത്ത രോഗികളെ ഞാൻ ഒത്തിരി അവിടെ കണ്ടിട്ടുണ്ട്. മുടിയെല്ലാം കൊഴിഞ്ഞ് മൊട്ടത്തലയായിട്ടിരിക്കുന്നത്. എനിക്കത് ഭയങ്കര സങ്കടമായിരുന്നു. എനിക്ക് നല്ല ചുരുണ്ട നീണ്ട മുടിയുണ്ടായിരുന്നു. ഇതെല്ലാം പോകുമല്ലോ എന്ന് ഓർത്തിട്ട് ഭയങ്കര സങ്കടം. അപ്പം ഡോക്ടറിൻ്റെ അടുത്തുനിന്ന് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന സിസ്റ്ററിനോട് ഞാൻ പറഞ്ഞു, ഈ കീമോതെറപ്പിക്ക് എന്നെ ഒരു വിധത്തിലും വിടരുത്, ഞാൻ മരിച്ചു പോവുകയാണെങ്കിൽ പൊക്കോട്ടെ, സഭയ്ക്ക് പിന്നെ ഒക്കേഷനൊക്കെ കിട്ടിക്കോളും എന്നൊക്കെ പറഞ്ഞു. അപ്പം വീണ്ടും അധികാരികളുമായിട്ട് സംസാരിച്ചപ്പോഴത്തേനും കീമോ എടുക്കാതിരുന്നാൽ ശരിയായി ഇല എടുക്കണം. ഭയങ്കര അസ്വസ്ഥത കൊണ്ടായിരുന്നെങ്കിലും ഞാൻ അതിനെ സമ്മതിച്ചു. 6 കീമോതെറപ്പി. അപ്പം ഡോക്ടർ എന്നോട് പറഞ്ഞിരുന്നു കീമോതെറപ്പി എടുക്കുമ്പോൾ ഒരു സൈഡ് എഫക്റ്റ് ഉണ്ടാകും, മുടി മുഴുവൻ കൊഴിയും, പക്ഷേ തിരിച്ചു വരും. അപ്പം മനസ്സോടെ അതിനും വിധേയപ്പെട്ടു. അങ്ങനെ 6 കീമോതെറപ്പി എടുത്തു, 6 മാസം. ഇപ്പം കീമോതെറപ്പി എടുക്കാൻ പോകുന്നതിന് 2-3 ദിവസം മുമ്പ് എനിക്ക് ടെൻഷനാകും. കാരണം ഈ മരുന്ന് ശരീരത്തിലേക്ക് കയറുമ്പോൾ ശരീരത്ത് വരുന്ന അസ്വസ്ഥത ഭയങ്കരമായിരുന്നു. മാത്രമല്ല കീമോതെറപ്പി എടുക്കുമ്പോൾ ബ്ലഡ് കൗണ്ട് പെട്ടെന്ന് കുറയും. മാത്രമല്ല ഒരാഴ്ചത്തേന് ഭക്ഷണം കഴിക്കത്തില്ല, വിശപ്പില്ല, തന്നെയല്ല ഛർദിൽ. ഒരു ദിവസം എനിക്ക് കീമോതെറപ്പി എടുത്തേച്ച് വൈകിട്ട് ഞാൻ തിരിച്ച് വന്നു കഴിഞ്ഞ് ഒരു 6 മണിയായപ്പോൾ ഛർദ്ദിക്കാൻ തുടങ്ങിയത് രാത്രി 1 മണി വരെ. ഞാനങ്ങ് വശം കെട്ടുപോയി. അത് കഴിഞ്ഞ് രാത്രി തന്നെ എന്നെ ആശുപത്രിയിൽ കൊണ്ടുപോയി അഡ്മിറ്റ് ചെയ്തു. അപ്പോൾ ഓരോ 21 ദിവസം കൂടുമ്പോഴാണ് ഈ കീമോതെറപ്പി തരുന്നത്. രാവിലെ 5 മണിക്ക് ഇവിടുന്ന് പോയി 5:30-6 മണിയാകുമ്പോൾ അഡ്മിറ്റ് ആയാൽ വൈകിട്ട് 6 മണിയാകുമ്പോഴാണ് തിരിച്ചു വരുന്നത്. ഓരോ സമയത്തും ശരീരത്തേക്ക് കയറ്റുന്ന മരുന്നെന്ന് പറഞ്ഞാൽ ഓരോ ചെറിയ ബോട്ടിലാണ്. ഒരു ബോട്ടിൽ ശരീരത്തേക്ക് കയറിക്കഴിഞ്ഞ് 4 മണിക്കൂർ വിശ്രമിപ്പിക്കും. അതിന് ശേഷമാണ് അടുത്തത് തരുന്നത്. സിസ്റ്റർ, രോഗത്തിൻ്റെ ഈ കാഠിന്യമേറിയ അവസ്ഥയിലും സിസ്റ്റർ ദൈവാനുഭവങ്ങൾ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ദൈവാനുഭവം എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ കീമോതെറപ്പി എടുക്കാൻ പോകുമ്പോൾ സാധാരണ ഞാൻ ചെല്ലുമ്പോഴേ ചെയ്യുന്നത് ഒരു റൂമിൽ കയറ്റും, ഒരു ബെഡ് കാണും, അവിടെ കയറി കിടക്കും. കയറി കിടന്ന് മുഴുവൻ സമയം ഞാൻ കണ്ണടച്ച് കിടന്ന് പ്രാർത്ഥിക്കുമായിരിക്കും. അത് കഴിഞ്ഞ് തിരിച്ചു വരും. തിരിച്ചു വന്ന് ഈ കീമോതെറപ്പി എടുത്തു കഴിഞ്ഞ് കുറേ നാളത്തേന് പ്രാർത്ഥിക്കാനും പറ്റത്തില്ല, ഒന്നും പറ്റത്തില്ല. ഞാൻ ചില ദിവസങ്ങളിൽ സിസ്റ്റേഴ്സിനോട് പറയാറുണ്ടായിരുന്നു, വളരെ വിഷമിച്ച് എനിക്ക് പ്രാർത്ഥിക്കാൻ പോലും പറ്റുന്നില്ല. അതുപോലെയാണ് മനസ്സും ശരീരവും. ക്ഷീണം, തളർച്ച അതികഠിനമാണ്. അപ്പം ഈ കീമോ എടുത്തിരുന്ന നാളുകളിൽ എനിക്ക് അധികമൊന്നും പ്രാർത്ഥിക്കാനായിട്ട് പറ്റിയിരുന്നില്ല. ഭയങ്കര അസ്വസ്ഥതയായിരുന്നു. അങ്ങനെ 6 മാസം അങ്ങനെ തുടർന്നു. ഏകദേശം കീമോതെറപ്പിയും അതിൻ്റെ റെസ്റ്റും എല്ലാം കൊണ്ടായിട്ട് 1 വർഷം അങ്ങനെ കടന്നുപോയി. അപ്പം ഞാൻ വിചാരിച്ചു രോഗമെല്ലാം മാറി, എന്നാൽ വീണ്ടും മിഷൻ പ്രവർത്തനത്തിലേക്ക് പോകാം എന്ന് തീരുമാനിച്ചു. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സന്ദർഭത്തിൽ പെട്ടെന്ന് എനിക്ക് വീണ്ടും വിശപ്പില്ല, ക്ഷീണം. അപ്പം വീണ്ടും എന്നെ ചികിത്സിച്ച ഡോക്ടറിൻ്റെ അടുത്ത് ഞാൻ ചെന്നു. അപ്പം ഡോക്ടർ ഉടനെ എന്നോട് പറഞ്ഞു ഹെപ്പറ്റൈറ്റിസ് ബി ആണോ ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പം ഡോക്ടർ ഇതെന്താ മറ്റൊരു രോഗം വരുന്ന പോലുള്ളൊരു പ്രവചനം പോലെ ഇത് പറയുന്നതെന്ന് ഞാൻ ചിന്തിച്ചു. ഏതായാലും ഡോക്ടർ പറഞ്ഞതനുസരിച്ച് ഞാൻ വീണ്ടും ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ പോയി ടെസ്റ്റ് ചെയ്തു. ടെസ്റ്റ് ചെയ്തപ്പോഴത്തേനും ഹെപ്പറ്റൈറ്റിസ് ബി ആണ്, ഹൈലി പോസിറ്റീവാണ് ഡോക്ടർ പറഞ്ഞു. അപ്പം എനിക്ക് വീണ്ടും അസ്വസ്ഥത വന്നു. എന്ത് ചെയ്യാനാണ്? അപ്പം ഡോക്ടർ പറഞ്ഞു 6 മാസം വീണ്ടും മരുന്നെടുക്കണം, കംപ്ലീറ്റ് റെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. പിന്നെ വേറൊരു നിവൃത്തിയില്ലെന്നോർത്ത് വീണ്ടും ഒത്തിരിയേറെ മരുന്ന് കഴിച്ചു, റെസ്റ്റ് ചെയ്തു. അതെല്ലാം കഴിഞ്ഞാഴ്ച വീണ്ടും ഇനി തിരിച്ച് മിഷനിലേക്ക് പോകണമെന്നുള്ള ചിന്തയായി. അപ്പം സിസ്റ്റേഴ്സും പറഞ്ഞു ഇനി ഇടയ്ക്കൊക്കെ പോയി ഡോക്ടേഴ്സിനെ കാണണം, ടെസ്റ്റ് ചെയ്യണം. അപ്പം വടക്കേന്ത്യയിലേക്ക് പോയാൽ പെട്ടെന്ന് യാത്ര ചെയ്ത് വരാനൊക്കെ ബുദ്ധിമുട്ടാകും, അതുകൊണ്ട് ഇനി കുറേ നാൾ കേരളത്തിലാവട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാനിപ്പോൾ ഈ ചങ്ങനാശ്ശേരിയിലേക്ക്, ഞാനിപ്പോൾ ആയിരിക്കുന്ന സ്ഥാപനത്തിലേക്ക് സ്ഥലം മാറി വരുന്നത്. പ്രകൃതി ചികിത്സ തിരഞ്ഞെടുക്കാനുള്ള കാരണം എന്താണ്?
പ്രകൃതി ചികിത്സ തിരഞ്ഞെടുക്കാനായിട്ടുള്ള കാരണം എന്ന് പറഞ്ഞാൽ 2014 എനിക്ക് ക്യാൻസർ രണ്ടാമത് വന്നു, റെമിഷൻ വന്നു. അപ്പം 2012 ഞാൻ ഇവിടെ വരുന്നു, ആയുഷ്യ എന്ന് പറയുന്ന ഞങ്ങളുടെ ഈ പ്രകൃതി ചികിത്സാ കേന്ദ്രത്തിൽ വരുന്നു. അപ്പോൾ ഇവിടെ വന്നതിന് ശേഷം ഞാൻ ഈ പ്രകൃതി ചികിത്സയെക്കുറിച്ചുള്ള ക്ലാസ്സുകൾ കേൾക്കുക, അതിനെക്കുറിച്ചുള്ള പുസ്തകങ്ങൾ വായിക്കുക. പിന്നെ ഞങ്ങളെ തന്നെ ഈ സ്ഥാപനത്തിൽ പ്രകൃതി ചികിത്സയുടെ ക്യാമ്പുകൾ നടത്താറുണ്ട്. ആ ക്യാമ്പിൽ പങ്കെടുക്കുക. അപ്പോൾ ഈ ക്യാമ്പ് നടത്തിയിരുന്നത് ഡോക്ടർ ജോൺ ബേബി എന്ന് പറയുന്ന കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ സൈക്കോളജി ഡിപ്പാർട്ട്മെൻറ്റിലെ ഹെഡായിട്ട് റിട്ടയർഡ് ചെയ്ത ഒരു പ്രൊഫസറായിരുന്നു. അപ്പോൾ സാറ് ഇവിടെ വന്ന് ഈ പ്രകൃതി ചികിത്സയെക്കുറിച്ചുള്ള ക്ലാസ്സുകൾ എടുക്കുമായിരുന്നു. അപ്പം അതെന്നെ വളരെയധികം ആകർഷിക്കുമായിരുന്നു. ആ പ്രകൃതി ചികിത്സയിൽ പറയുന്ന കാര്യങ്ങൾ, പ്രകൃതി ചികിത്സയിൽ പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ശരീരത്തിന് സ്വാഭാവികമായിട്ട് സുഖപ്പെടുത്താനായിട്ടുള്ള കഴിവുണ്ട്. ആ സ്വാഭാവികമായിട്ട് സുഖപ്പെടുത്താനായിട്ടുള്ള ശരീരത്തിൻ്റെ കഴിവിനെ നമ്മൾ ഏതെങ്കിലും ചികിത്സാ രീതി കൊണ്ട് തടഞ്ഞാൽ നമ്മുടെ രോഗം മാറത്തില്ല. അപ്പം ഞാൻ ഈ പ്രകൃതി ചികിത്സയെക്കുറിച്ച് മനസ്സിലാക്കുകയും രോഗികളെ എല്ലാവിധ ചികിത്സാ രീതികളും ചെയ്തതിന് ശേഷം എന്നാൽ ഇതൂടെ ഒന്ന് നോക്കിയേച്ച് ആകട്ടെ എന്ന് കരുതുന്ന ആൾക്കാരാണ്. അപ്പം അവരൊക്കെ ഇവിടെ വന്ന് കുറേ ദിവസത്തിനുള്ളിൽ തന്നെ മരുന്നുകളെല്ലാം നിർത്തി ആശ്വാസത്തോടെ തിരിച്ചു പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ശരീരത്ത് കാണുന്ന അസ്വസ്ഥതകൾ ശരീരത്തെ നശിപ്പിക്കാനായിട്ടുള്ള രക്ഷിക്കാനായിട്ടാണ്. പ്രത്യേകിച്ച് പനി വരുന്നത്, ഛർദിൽ വരുന്നത്, വയറ്റിളക്കം വരുന്നത്, വേദനകൾ വരുന്നത്, മുഴകൾ വരുന്നത്, ഇതെല്ലാം ശരീരത്തിലെ മാലിന്യത്തെ പുറത്തേക്ക് കളയാനായിട്ട് നടത്തുന്ന എലിമിനേഷൻ പ്രോസസ്സാണ്. അവയെ വന്നു പോകാനായിട്ട് അനുവദിക്കുക. അപ്പോൾ സിസ്റ്റർ പ്രകൃതി ചികിത്സാ രീതി തിരഞ്ഞെടുത്തപ്പോൾ സിസ്റ്ററിൻ്റെ അധികാരികൾക്ക് അതിനോട് താല്പര്യം ഉണ്ടായിരുന്നു? അപ്പം ഞാൻ പറഞ്ഞല്ലോ 2014 എനിക്ക് രണ്ടാമത് ക്യാൻസർ റിമിഷൻ വന്നെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പം ആ ഒരു സന്ദർഭത്തിൽ ഇനി എനിക്ക് വേറൊരു ചികിത്സാ രീതി വേണ്ട, പ്രകൃതി ചികിത്സ മതി എന്നുള്ളൊരു ബോധ്യത്തിലേക്ക് ഞാൻ വന്നു. കാരണം അതിലെ അടിസ്ഥാന സത്യങ്ങൾ എനിക്ക് ഒത്തിരിയേറെ ബോധ്യം തന്നു. തന്നെയല്ല, ഞാൻ അധികാരികളോട് പറഞ്ഞു എനിക്ക് കുറച്ച് നാളും കൂടെ ജീവിച്ചിരിക്കാൻ ഒത്തിരി ആഗ്രഹമാണ്, അതുകൊണ്ട് ഞാൻ ഈ രീതിയിൽ നിൽക്കുക, അതിനുള്ള അനുവാദം തരണം. അപ്പം അങ്ങനെ പറഞ്ഞപ്പോഴത്തേന് അധികാരികൾ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ 3 മാസം. അപ്പം ഞാൻ പറഞ്ഞില്ല രണ്ടാമത് വന്ന രോഗം എൻ്റെ എന്നതായിരുന്നെന്ന്. മോണം മുഴുവന് വ്രണമായി പൊട്ടി വലിക്കുമായിരുന്നു. വ്രണം കൊണ്ട് എൻ്റെ പല്ലുകൾ മുഴുവൻ മൂടുമായിരുന്നു, അത്ര ഏറെ വ്രണം ഉണ്ടായിരുന്നു. എന്നിട്ട് ഈ മോണയിൽ നിന്ന് പഴുപ്പ്, മോണ അനങ്ങുമ്പോഴെല്ലാം പഴുപ്പും ചോരയും വന്നുകൊണ്ടിരുന്നു. അത് 1-2 ദിവസമല്ല, 1-2 ആഴ്ചയല്ല, 1.5 വർഷം. അതൊരു ഭീകര കാഴ്ചയായിരുന്നു. തന്നെയല്ല, അതിരൂക്ഷമായ ദുർഗന്ധം. ആർക്കും എൻ്റെ അടുത്ത് നിന്ന് എന്നോട് സംസാരിക്കാനോ ഒന്നും പറ്റുമായിരുന്നില്ല. അപ്പോൾ അങ്ങനെ ഞാൻ ഒരു മുറിയിൽ തന്നെയായിരുന്നു. ഈ പഴുപ്പെല്ലാം വായിക്കുന്ന എപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ട് ഭയങ്കര ഒരു അസ്വസ്ഥതയായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ തുടർന്നു കൊണ്ടുപോയി. അപ്പോൾ ഈ വ്രണം കണ്ടപ്പം ഞാൻ ആദ്യം ചെയ്തത് വേവിച്ച ആഹാരത്തിൽ നിന്ന് കംപ്ലീറ്റ് മാറി വേവിക്കാത്ത ആഹാരത്തിലേക്ക് മാറി. എന്ന് വെച്ചാൽ വിവിധങ്ങളായിട്ടുള്ള പഴങ്ങൾ, ഓരോ സീസണും അനുസരിച്ചുള്ള പഴങ്ങൾ. ഇപ്പം ചക്കയുള്ള കാലത്താണ് ഇഷ്ടംപോലെ ചക്ക, മാങ്ങ, കപ്പളങ്ങാപ്പഴം, പിന്നെ ധാന്യങ്ങൾ മുളപ്പിച്ചത്, ജ്യൂസ്, കരിക്കും വെള്ളം, ഇങ്ങനെയുള്ള ആഹാര രീതികളാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. അത് ഏകദേശം 1 വർഷത്തോളം വേവിക്കാത്ത ആഹാരത്തിൽ നിന്നു. അപ്പോൾ അങ്ങനെ ഈ വേവിക്കാത്ത ആഹാരത്തിലേക്ക് മാറിയപ്പോഴത്തേന് എൻ്റെ ശരീരം ഒത്തിരിയേറെ ക്ഷീണിച്ചു. 60 കിലോയിൽ നിന്ന് ഞാൻ 35 കിലോ ആയിട്ട് കുറഞ്ഞു. അപ്പോൾ അത്രയും വെയിറ്റുമൊക്കെ കുറഞ്ഞപ്പോഴത്തേനും ഞാനൊരു വിരൂപമായിപ്പോയി. അപ്പോൾ എന്നെ കണ്ടവർക്കെല്ലാവർക്കും എന്നോട് ഭയങ്കര സഹതാപം തോന്നിയവരുണ്ട്, അമർഷം തോന്നിയവരുണ്ട്. എന്തിനാ ഇത്രയും കഷ്ടപ്പെടുന്നത്, ചികിത്സാ രീതികൾ ഇഷ്ടം പോലെ ഉണ്ടല്ലോ, എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട്. ഇത്രയും മെലിയങ്ങൾ കണ്ടപ്പോഴത്തേനും പലരും കരുതി ഞാനിനി അധികം നാൾ ജീവിച്ചിരിക്കത്തില്ല. അപ്പോൾ ആ ഒരു അവസ്ഥയിലേക്ക് വന്നപ്പോഴത്തേന് എനിക്ക് ഇത്രയേറെ ക്ഷീണം വന്നു, ബുദ്ധിമുട്ട് വന്നു. ഞാൻ ഇവിടെയാണ്. അപ്പോൾ എൻ്റെ ഒരു സ്വഭാവം അനുസരിച്ച് ആ ഒരു അവസ്ഥയിൽ എന്തെങ്കിലുമൊക്കെ ജോലികൾ ചെയ്യും. അപ്പം സിസ്റ്റേഴ്സ് പറഞ്ഞു അന്നെങ്കിൽ ഞാൻ തന്നെ ആവശ്യപ്പെട്ടു എനിക്ക് ഇവിടെ നിന്നൊന്ന് മാറി നിൽക്കണം, മറ്റെവിടേക്കെങ്കിലും കംപ്ലീറ്റ് ഒരു റെസ്റ്റും ഈ ഒരു രീതിയും തുടരാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങൾക്ക് കൊടൈക്കനാലൊരു മഠമുണ്ട്,
അപ്പോൾ അങ്ങോട്ട് മാറ്റി ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് കൊടൈക്കനാൽ. ഈ പ്രകൃതി ചികിത്സ തുടരാനായിട്ട്. അപ്പം ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു ചികിത്സ ചെയ്തുകൊണ്ടിരുന്നപ്പം പ്രകൃതി ചികിത്സയിൽ കൂടെ കടന്നു പോയിക്കൊണ്ടിരുന്നപ്പോൾ എൻ്റെ വെയിറ്റ് കുറഞ്ഞ കാര്യം 60 കിലോയിൽ നിന്ന് 35 കിലോ ആയിട്ട് ഞാൻ കുറഞ്ഞു. അതിൽ നിന്ന് വീണ്ടും ഞാൻ 53 കിലോ ആയിട്ടാണ് കൊടൈക്കനാലിൽ നിന്ന് തിരിച്ചു വരുന്നത് ഈ 10 മാസം കഴിഞ്ഞ്. അപ്പോൾ അത് തിരിച്ചു വന്നത് ഇറച്ചിയോ മീനോ പാലോ മുട്ടയോ ഒന്നും കഴിച്ചിട്ടല്ല, ഈ ഭക്ഷണ രീതി കൊണ്ട് തന്നെയാണ്. അപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഹോസ്പിറ്റലിൽ ചെന്ന ഡോക്ടേഴ്സ് പ്രോട്ടീൻ വേണം, കാൽസ്യം വേണം, അതിനൊക്കെ ഇറച്ചി മീനും പാലും ഒക്കെ കഴിക്കണമെന്ന് പറയുമ്പം വലിയ കാര്യം അതിലുണ്ടാവാം. എങ്കിലും അതിൽ നിന്ന് കിട്ടുന്ന, അല്ലെങ്കിൽ അതിൽ നിന്ന് 10 മടങ്ങ് പോഷകാംശം, ഈ കാൽസ്യവും അയണും പ്രോട്ടീനും എല്ലാം പഴങ്ങളിൽ നിന്നും പച്ചക്കറികളിൽ നിന്നും മുളപ്പിച്ച ധാന്യത്തിൽ നിന്നും കിട്ടുന്നുണ്ടെന്നുള്ളത് ഞാൻ അനുഭവിച്ചറിഞ്ഞു. സിസ്റ്റർ മേരിക്കുട്ടി കുറേ വർഷങ്ങളായിട്ട് ഞങ്ങൾ ഫ്രണ്ട്സാണ്. അപ്പോൾ സിസ്റ്ററിന് ഇങ്ങനെ രോഗം വന്നു കഴിഞ്ഞപ്പോൾ പല പ്രാവശ്യം ഞങ്ങൾ തമ്മിൽ കാണുകയും ട്രീറ്റ്മെൻറ്റിനെ കുറിച്ചൊക്കെ സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. പിന്നീട് രോഗം കൂടി വന്ന് വായിലിങ്ങനെ വലിയ മുഴ പോലെ നമുക്ക് കണ്ടാൽ പേടിയാകുമായിരുന്നു. 1 കിലോമീറ്റർ അകലത്തിൽ നിന്നാൽ പോലും ഭയങ്കര സ്മെല്ലായിരുന്നു. ആരും സിസ്റ്ററിൻ്റെ അടുത്തേക്ക് അടുക്കത്തില്ല, അതുപോലെ സ്മെല്ലായിരുന്നു. പലരും എന്നോട് പറഞ്ഞു, മേരിക്കുട്ടി സിസ്റ്ററിൻ്റെ കാര്യത്തിൽ ട്രീറ്റ്മെൻറ്റിനൊന്നും നവീന മുതിരേണ്ട കാര്യമില്ല, കാരണം തീർച്ചയായിട്ടും മരിച്ചു പോകും. അങ്ങനെയൊരു ഫീഡ്ബാക്ക് ഉണ്ടായിരുന്നു സിസ്റ്ററിനെ. അതുപോലെ രോഗം മൂർച്ഛിച്ചൊരു അവസ്ഥയിലായിരുന്നു. ഇങ്ങനെ മൂർച്ഛിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ സിസ്റ്ററിനെ വീണ്ടും ഇവിടെ വന്ന് കാണുകയും, ഞങ്ങളുടെ ആശ്രമം ഇവിടെ തൊട്ടടുത്തുണ്ട്, കൂനന്താനം സങ്കേത ആശ്രമം, അവിടേക്ക് ഞാൻ സിസ്റ്ററിനെ കൂട്ടിക്കൊണ്ട് പോയി. അവിടെ കുറേ ദിവസം സിസ്റ്ററിനെ ഞാൻ ഭക്ഷണം, അതായത് പ്രകൃതി ജീവന രീതി പ്രകാരമുള്ള ഭക്ഷണം സിസ്റ്ററിനായിട്ട് നൽകുകയും സൂര്യനിൽ നിന്നുള്ള പ്രകാശം ഏൽപ്പിച്ച് ഓരോ ദിവസവും സൂര്യപ്രകാശം സിസ്റ്റർ കൊള്ളുമ്പോൾ ഈ മുഴകൾ പൊട്ടി ഒഴുകും. അപ്പോൾ അതിഭയങ്കരമായ വേദനയും മറ്റ് വിഷമങ്ങളൊക്കെ ഉണ്ടാകും. പക്ഷേ ഭയങ്കര സ്മെല്ലാണ്, ആർക്കും അടുക്കാനേ പറ്റത്തില്ല. ആ രീതിയിലുള്ള ഒരു അവസ്ഥയിൽ പിന്നീട് തന്നെ പലരും നിരുത്സാഹപ്പെടുത്തി, സിസ്റ്റർ മരിച്ചു പോകും, പിന്നെ എന്തിനാണ് സിസ്റ്ററിന് ഈ അവസാന കാലഘട്ടത്തിൽ നല്ല ഭക്ഷണമൊക്കെ കൊടുത്ത് സിസ്റ്ററിനൊരു സമാധാനപരമായ ഒരു അവസ്ഥ കൊടുത്താൽ മതിയല്ലോ, പിന്നെ എന്തിനാണ് ഇതിനു വേണ്ടി ഈ പട്ടിണി കിടത്തി ഇങ്ങനെ സിസ്റ്ററിനെ ഇങ്ങനെ വിഷമിപ്പിക്കുന്നത് എന്ന്. ഓരോ ദിവസവും 2 മണിക്കൂർ ഇടവിട്ട് ജ്യൂസുകളും, അതുപോലെ തന്നെ വാഗൊണ്ടൊന്നും ചവയ്ക്കാനേ പറ്റത്തില്ല, ഓരോ സാധനങ്ങളും അടിച്ച്, മാതള നാരങ്ങ, കപ്പളങ്ങ, അതുപോലെ അവിടെ പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന വസ്തുക്കൾ മാത്രം അടിച്ച് വിഴുങ്ങാവുന്ന പരുവത്തിലാക്കിയായിരുന്നു സിസ്റ്ററിന് കൊടുത്തിരുന്നത്. ഇങ്ങനെ ദിവസം ചെല്ലുന്തോറും ഇത് കുറയുന്ന ഒരവസ്ഥയിലേക്കാണ് നമ്മൾ കണ്ടത്. ക്ഷീണിതയാണ്, തൂക്കം കുറഞ്ഞു വരുന്നുണ്ട്, കാരണം ശരീരത്തിലെ വേസ്റ്റ് മുഴുവനും വെളിയിൽ പോകണം. ഈ അവസ്ഥയിൽ ചെയ്യുന്നത് സൂര്യപ്രകാശം കൊള്ളുക, അതുപോലെ തന്നെ വെയിൽ കൊണ്ടതിന് ശേഷം പോയി അന്നേരം തന്നെ ദേഹമെല്ലാം തുടച്ച് കുളിക്കുക, വീണ്ടും വന്ന് അല്പസമയം റെസ്റ്റ് എടുക്കുക, വാ പൊളിച്ച് വെയിലത്ത് കിടന്ന് തന്നെയായിരുന്നു മുഴുവൻ സമയവും സിസ്റ്റർ വെയിൽ കൊണ്ടത്. നല്ല കടും ചൂടായിരുന്നു. ആ സമയത്ത് ഭയങ്കരമായ വേദനയും ഉണ്ടാകുമായിരുന്നു. ഈ രീതിയിലുള്ള ചികിത്സ കുറേ ദിവസം അവിടെ തുടർന്നു. എനിക്ക് സിസ്റ്ററിനെ ചികിത്സിക്കാൻ സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. ഇത്രമാത്രം പുരോഗതി ഉണ്ടാകുമെന്ന് ഞാനും ഒരുപക്ഷെ പ്രതീക്ഷിച്ചിരുന്നില്ല, കാരണം അതിഭയങ്കരമായ ഒരു രോഗാവസ്ഥയിൽ നിന്നാണ് സിസ്റ്റർ ഈ ഒരവസ്ഥയിലേക്ക് എത്തിച്ചേർന്നത്. സിസ്റ്റർ കൊടൈക്കനാലിലെ ചികിത്സയ്ക്ക് ശേഷം സിസ്റ്ററിൻ്റെ അടുത്ത മേഖല എവിടെയായിരുന്നു? കൊടൈക്കനാലിലെ ആ ഒരു പ്രകൃതി ജീവനത്തിലൂടെ കടന്നു പോയതിന് ശേഷം ഞാൻ തിരിച്ച് ആയുഷ്യയിലേക്ക് ഇങ്ങോട്ട് തന്നെയാണ് വന്നത്. പക്ഷേ ഇങ്ങോട്ട് തന്നെ തിരിച്ചു വരുന്നതിനുള്ള കാരണം എന്തായിരുന്നു? അപ്പം തിരിച്ചു വരാനായിട്ടുള്ള കാരണം ഈ ഒരു അന്തരീക്ഷം വീണ്ടും എന്നെ സഹായിക്കും. കാരണം എൻ്റെ ഭക്ഷണ രീതി തന്നെ ഞാൻ പറഞ്ഞല്ലോ, കംപ്ലീറ്റ് വെജിറ്റേറിയൻ ആയെങ്കിൽ തന്നെയും വേവിക്കാത്ത ഭക്ഷണം. എനിക്കറിയാം ഇനി എന്തെങ്കിലും ഒരു രോഗാവസ്ഥയിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിനുള്ള ഒരു മാർഗമായിട്ട് ഞാൻ സ്വീകരിച്ചത് വേവിക്കാത്ത ആഹാരം കഴിക്കുക എന്നുള്ളതായിരുന്നു. അപ്പോൾ ഇവിടുത്തെ ഒരു അന്തരീക്ഷം എന്ന് പറഞ്ഞാൽ ഇവിടെ കുറേ പ്രകൃതി കൃഷിയുണ്ട്. ഞങ്ങൾ തന്നെ കൃഷി ചെയ്തെടുക്കുന്ന പഴങ്ങളൊക്കെയുണ്ട്, നാനാവിധത്തിലുള്ള വാഴപ്പഴങ്ങൾ, കപ്പളങ്ങാപ്പഴം, നല്ല പ്ലാവുണ്ട്, ചക്ക. അപ്പോൾ ആ ഒരു ഭക്ഷണ രീതി ഉണ്ട്. പിന്നെ ഇവിടെ ഒരു അന്തരീക്ഷമുണ്ട്. ഇവിടുത്തെ പിന്നെ ചികിത്സാ രീതികൾ എന്ന് പറയുമ്പോൾ ഈ ഒരു സെൻറ്റർ തന്നെ ഒരു സമഗ്രാരോഗ്യ കേന്ദ്രമാണ്. ഇവിടെ ഞങ്ങൾ യാതൊരു മാതിരിയൊന്നും ഉപയോഗിക്കാറില്ല. അപ്പോൾ ഈ ഒരു അന്തരീക്ഷത്തിൽ
എനിക്കിതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാനും ഈ ഒരു സന്ദേശം കൂടുതൽ ജനങ്ങളിലേക്ക് കൊടുക്കാനും പറ്റും. അപ്പം പ്രത്യേകിച്ച് ക്യാൻസർ എന്ന് പറഞ്ഞപ്പം ഞാൻ ഈ ഒരു 10 മാസം കൊടൈക്കനാലായിരുന്നപ്പോൾ എൻ്റെ മനസ്സിൽ വന്നുകൊണ്ടിരുന്ന ഒരാഗ്രഹം, തുടർന്നുള്ള എൻ്റെ ഒരു ജീവിതം ക്യാൻസർ രോഗികൾക്ക് വേണ്ടി ചെലവഴിക്കണം എന്നുള്ളതായിരുന്നു. അത് കൂടെ എൻ്റെ മനസ്സിൽ വരുന്നതായിരുന്നു. അതോടൊപ്പം ഒരു സുവിശേഷ പ്രഘോഷണമായിരിക്കണം. അപ്പം ഞാൻ ചിന്തിച്ച് നോക്കി, അപ്പോൾ അതിന് ഒരു സാഹചര്യം ഇവിടെ വന്നാൽ എനിക്ക് കിട്ടും. അങ്ങനെയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. തുടർന്ന് പ്രകൃതി ചികിത്സാ രംഗത്ത് മറ്റ് കൂടുതലായിട്ട് എന്തെങ്കിലും പഠിക്കുന്നതിന് പോയിരുന്നു? ഒരു പ്രൊഫഷണൽ സ്റ്റഡി ഞാൻ ചെയ്തിട്ടില്ല, എങ്കിലും ഒത്തിരിയേറെ പുസ്തകങ്ങൾ വായിക്കുക, ഇതിനെക്കുറിച്ച് പഠിക്കുന്ന ഡോക്ടേഴ്സിനെ ശ്രമിക്കുക, അതിലൊക്കെ ഉപരിയായിട്ട് ഈ രോഗികൾ ഈ ഒരു രീതിയിൽ കൂടെ വന്ന് സൗഖ്യം കിട്ടുന്നത്. അപ്പോൾ എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് പുസ്തകങ്ങളിൽ നിന്ന് തരുന്ന അറിവിനേക്കാളും കൂടുതൽ ജീവിതാനുഭവങ്ങളിൽ നിന്ന് വരുന്ന അനുഭവം എനിക്ക് ഏറെ ബോധ്യങ്ങൾ തന്നു. അതുകൊണ്ട് ഞാൻ ഒരു പ്രൊഫഷണൽ സ്റ്റഡിക്ക് പോയിട്ടില്ല. അപ്പോൾ ഈ ആയുഷ എന്ന സ്ഥാപനത്തിൽ ഇപ്പോൾ എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്? ഈ ഒരു സ്ഥാപനത്തിൽ എല്ലാ മാസവും ആദ്യത്തെ ആഴ്ചയിൽ ഈ പ്രകൃതി ജീവനത്തിൻ്റെ ക്യാമ്പുണ്ട്. നാനാവിധത്തിലുള്ള രോഗികളാണ് ഇവിടെ വരുന്നത്. ഒത്തിരിയേറെ ആശ്വാസം ഈ ഒരാഴ്ചയ്ക്കുള്ളിൽ കിട്ടിക്കൊണ്ടാണ് അവർ പോകുന്നത്. ഈ ഒരു ചികിത്സാ രീതി എന്ന് പറയുന്നത് 40 ദിവസം, ഒരു രോഗാവസ്ഥയിൽ 40 ദിവസമാണ് പറയുന്നത്. 40 ദിവസം അവർ വിശ്രമം, വേവിക്കാത്ത ഭക്ഷണം, പ്രാർത്ഥന, ആ ഒരു രീതിയിൽ കൂടെ അവിടെ കടന്നു പോകുമ്പോഴത്തേനും അവർക്ക് രോഗശമനം കിട്ടുന്നുണ്ട്. ഇപ്പം കാഠിന്യമേറിയ രോഗങ്ങൾക്ക് പോലും ഇവിടെ എത്തി സുഖം പ്രാപിക്കുന്നുണ്ട്. കാഠിന്യമേറിയ പ്രത്യേകിച്ച് എടുത്ത് പറയട്ടെ, ക്യാൻസർ, ഹാർട്ട് അറ്റാക്കൊക്കെ വളരെ നിസ്സാരമായിട്ട് ഹാർട്ടിൻ്റെ ബ്ലോക്ക് മാറുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. 40 ദിവസം എന്ന് പറയുന്നതിന് മുൻപ് തന്നെ ബ്ലോക്കുകൾ മാറുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ രോഗശമനം എന്ന് പറയുമ്പം ഓരോ വ്യക്തിയുടെ ആരോഗ്യം, പ്രായം, മരുന്നെടുത്തിരിക്കുന്ന ഒത്തിരി നാൾ മരുന്നെടുത്തിട്ടുള്ള ആൾക്കാരാണ്. നമ്മുടെ ശരീരത്തിൻ്റെ പ്രധാനപ്പെട്ട അവയവങ്ങളെയൊക്കെ ഒത്തിരി അത് ബാധിച്ചിട്ടുണ്ടെങ്കിൽ സമയമെടുക്കും ശരീരത്തിന് കേടുപാടുകൾ മാറ്റാനായിട്ട്. അപ്പോൾ ഇതിലൊന്ന് പിടിച്ചു നിൽക്കുക എന്ന് പറഞ്ഞാൽ എളുപ്പമല്ല. കാരണം വേവിച്ച ആഹാരം ശീലിച്ച് പഠിച്ച നമ്മൾ വേവിക്കാത്ത ആഹാരം കഴിച്ച് നിൽക്കുക എന്ന് പറഞ്ഞാൽ ഒട്ടും എളുപ്പമല്ല. അവിടെയാണ് പ്രകൃതി ചികിത്സയുടെ ഒരു ബുദ്ധിമുട്ട മനുഷ്യരൊക്കെ നേരിടുന്നത്. അപ്പോൾ ഇപ്പോൾ ഈ സ്ഥാപനത്തിൽ സിസ്റ്റർ എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് ചെയ്യുന്നത്? പ്രത്യേകിച്ച് ഞാൻ ശ്രദ്ധ വയ്ക്കുന്നത് എന്താണ്, രോഗം വരാതിരിക്കാനായിട്ടുള്ള ബോധവൽക്കരണത്തിൽ ഇടപെട്ടിരിക്കുകയാണ്. പല ഗ്രൂപ്പുകൾ വിളിക്കാറുണ്ട്, സ്കൂളുകളിൽ പോകാറുണ്ട്, കോളേജുകളിൽ പോകാറുണ്ട്. പിന്നെ അങ്ങനെ ഒരു രോഗം വരാതിരിക്കാനായിട്ടുള്ള ഒരു ബോധവൽക്കരണത്തിൽ ഏർപ്പെട്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ ശുദ്ധമായിട്ടുള്ള ഭക്ഷണം കഴിക്കാനായിട്ട് രാസമാലിന്യങ്ങളില്ലാത്ത കൃഷി രീതി, പ്രകൃതി കൃഷി, അതായത് നാടൻ പശുവിനെ ഉപയോഗിച്ചുള്ള കൃഷി രീതി. അപ്പം ഈ പ്രകൃതി കൃഷിയും പ്രകൃതി ജീവനവുമാണ് ഈ 2 വിഷയങ്ങളിലാണ് ഞാൻ കൂടുതലും താല്പര്യമെടുത്ത് അതിൻ്റെ ഒരു പ്രചാരകയായിട്ടിങ്ങനെ നടക്കുകയാണ്. അപ്പോൾ എത്ര വർഷമായി ഇപ്പോൾ ഈ സ്ഥാപനം നിലവിൽ വന്നിട്ട്? ഈ സ്ഥാപനം പറഞ്ഞാൽ ഇവിടെ തുടങ്ങിയിട്ട് 30 വർഷമായി. മരുന്നില്ലാത്ത ഒരു ചികിത്സയായിട്ടൊക്കെ. ഇപ്പം പ്രകൃതി ജീവനം മാത്രമല്ല, അതോടൊപ്പം തന്നെ മറ്റ് പല ഹീലിംഗ് ടെക്നിക്കുകൾ, അതായത് അക്യുപ്രഷർ, അക്യുപഞ്ചർ, എനർജി ഹീലിംഗ്, പിന്നെ ധ്യാനങ്ങൾ, ഭാര്യ ഭർത്താക്കന്മാർക്ക് വേണ്ടിയുള്ള ധ്യാനങ്ങൾ, കൗൺസിലിങ്, പിന്നെ ഒത്തിരിയേറെ ട്രെയിനിങ് പ്രോഗ്രാം തന്നെ ഇതിൻ്റെ തന്നെ അക്യുപ്രഷർ, അക്യുപഞ്ചർ, എനർജി ഹീലിംഗ്, സൈക്കോളജി, ഇങ്ങനെയുള്ള ട്രെയിനിങ് പ്രോഗ്രാമുകൾ നടത്താറുണ്ട്. പിന്നെ ഞങ്ങൾക്ക് ഇവിടെ ഒരു പച്ചമരുന്ന് തോട്ടമുണ്ട്, പ്രകൃതി കൃഷിയുണ്ട്. അങ്ങനെ പല ആക്ടിവിറ്റീസാണ് ഈ ഒരു സ്ഥാപനത്തിൽ ഇപ്പോൾ ഉള്ളത്. ആയുഷ്യ ഒരു സമഗ്ര ആരോഗ്യ കേന്ദ്രമാണ്. 1985 മുതൽ മരുന്നില്ലാത്ത ചികിത്സയിലും സമഗ്രമായ ആരോഗ്യത്തിലേക്ക് ആൾക്കാരെ നയിക്കുന്നതിലും ഞങ്ങൾ നേതൃത്വം കൊടുക്കുന്നു. അതിൻ്റെ ഒരു പ്രത്യേക ഭാഗമാണ് വേവിക്കാത്ത ഭക്ഷണം ഉപയോഗിച്ച് ഭക്ഷണരീതി മാറ്റിക്കൊണ്ട് തന്നെ രോഗം മാറ്റുക എന്നുള്ളത്. അത് പച്ചക്കറികളും പഴങ്ങളും മാത്രം ഉപയോഗിച്ചുള്ളതാണ്. അതിന് നേതൃത്വം കൊടുക്കുന്നത് സിസ്റ്റർ മേരിക്കുട്ടിയാണ്. ഇവിടെ വരുന്ന സൈക്കോ ന്യൂട്രീഷന് വരുന്ന ഓരോ വ്യക്തികളോടും മേരിക്കുട്ടി സിസ്റ്റർ വളരെ ഭംഗിയായിട്ട് ഡീൽ ചെയ്യുകയും അവരെ എല്ലാവരെയും കൗൺസിലിംഗ് കൊടുക്കുകയും അവരെ പ്രാർത്ഥനയിലേക്കും യേശുവിലേക്കും നയിക്കുന്നതിന് വേണ്ട സാഹചര്യങ്ങൾ ഒരുക്കുകയും ചെയ്യുന്നു. പലർക്കും രോഗങ്ങൾ മാറുക എന്നതിന് ഒപ്പം അവരുടെ ആ ആങ്സൈറ്റിയും അവരിലുള്ള ആ ഉത്കണ്ഠകളും
പ്രയാസങ്ങളുമൊക്കെ മാറിയാലേ രോഗം മാറാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഭക്ഷണത്തോടൊപ്പം തന്നെ ആത്മീയമായിട്ടുള്ള ഒരു ഉണർവും ഉന്മേഷവും കിട്ടുന്നതിനായിട്ടുള്ള സാഹചര്യങ്ങൾ ഒരുക്കുന്നു. അതുപോലെ കൗൺസിലിംഗ് വഴി അവരുടെ ഉള്ളിലെ ടെൻഷനും സ്ട്രെസ്സും ഒക്കെ മാറ്റുന്നതിന് വേണ്ടി സിസ്റ്റർ വളരെയധികം പരിശ്രമിക്കുന്നുണ്ട്. സിസ്റ്റർ, ഈ സ്ഥാപനത്തിൽ ഇപ്പോൾ പ്രവർത്തനങ്ങളോടൊപ്പം തന്നെ സിസ്റ്ററിന് പ്രാർത്ഥനാ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നുണ്ട്. അതെങ്ങനെയൊക്കെയാണ്? എൻ്റെ ആധ്യാത്മികതയ്ക്ക് ഒരു പുതിയ ഒരു മാനം ലഭിച്ചതെന്ന് പറഞ്ഞാൽ ഞാനൊരു ഈ ഒരു രോഗത്തിലൂടെയാണ്. ഈ രോഗത്തിലൂടെയാണ് ഞാൻ കൂടുതലും ദൈവത്തെ തിരിച്ചറിയാനായിട്ട്, സഹനത്തിന് തന്നെ ഒരു പുതിയൊരു മാനം കണ്ടെത്താനായിട്ട് പറ്റിയത്. പ്രത്യേകിച്ച് ഞാനൊരു പ്രകൃതി ചികിത്സയിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേനുമാണ് ദൈവത്തെ കൂടുതലും എനിക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റിയത്. ദൈവം ഈ പ്രപഞ്ചത്തെ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഒരു സത്യമാണെന്ന് എനിക്ക് മനസ്സിലായി. ഈ പ്രപഞ്ചം മുഴുവനിലും ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ടെന്നും ഇതിലെ ജീവജാലങ്ങളും ഈ പ്രകൃതിയെല്ലാം നമുക്ക് വേണ്ടി സൃഷ്ടിച്ചു തന്ന തമ്പുരാൻ എത്ര വലിയവനാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. അതുകൊണ്ടാണ് നേരത്തെ എനിക്കില്ലാത്തതിലും ഉപരിയായിട്ടുള്ള ഒരു സ്നേഹം ഈ പ്രകൃതിയോടുണ്ട്. ഫ്രാൻസിസ് പിതാവിൻ്റെ ലൗഡാത്തെ സി എന്നുള്ള ചാക്രിക ലേഖനം, അതിൽ മുഴുവൻ പ്രകൃതിയെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. പ്രകൃതിയെ എങ്ങനെ നമ്മൾ സ്നേഹിക്കണം, പ്രകൃതിയായിട്ട് എങ്ങനെ അടുക്കണം, അതിലൂടെ ദൈവത്തെ എങ്ങനെ കണ്ടെത്തണം. അപ്പോൾ ഇതൊരു ചുരുക്കം പറഞ്ഞാൽ ഒരു ദൈവാനുഭവമായിട്ട് എൻ്റെ രോഗവും ഈ പ്രകൃതി ചികിത്സയിലേക്ക് വരാൻ സാധിച്ചതൊക്കെ ഒരു ദൈവാനുഗ്രഹമായിട്ട് ഞാൻ കരുതുകയാണ്. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ വളരെ സന്തോഷമായിട്ട് ഞാൻ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നു. ഞാൻ എന്നാ തിരക്കുണ്ടെങ്കിലും പ്രാർത്ഥനയിൽ സമയം കണ്ടെത്താനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കാറുണ്ട്. അതാണ് എനിക്ക് തരുന്ന ഒരു കിട്ടുന്ന ഒരു ഊർജ്ജമെന്ന് പറയുന്നത്. എൻ്റെ അസുഖം ക്രോണിക് റൊമറ്റോയിഡ് ആർത്രൈറ്റിസ് ആണ്. 2000 തുടങ്ങിയ അസുഖം ഇപ്പോൾ 17 കൊല്ലമായിരുന്നു. 17 കൊല്ലമായിട്ട് അതിൻ്റേതായ വേദനകൾ അനുഭവിക്കുന്നുണ്ട്. എങ്കിലും ഒത്തിരിയും ബെറ്ററായി എന്നുള്ള കാര്യമാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ പല മരുന്നുകളും ചെയ്തു. ആദ്യം അലോപ്പതി ചെയ്തു, പിന്നെ ആയുർവേദം ചെയ്തു. ആയുർവേദത്തിൽ 3 കൊല്ലം എല്ലാ മരുന്നുകളും ചികിത്സിച്ച് നോക്കിയതാണ്. എന്നിട്ടും അതിൻ്റെ ക്രോണിക് സ്റ്റേജിലായതുകൊണ്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് വളരെ വേദന അനുഭവിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ആയുഷ്യായിലേക്ക് വന്നു. ആയുഷ്യായിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവിടെ നടക്കുന്ന ക്യാമ്പിൽ അറ്റൻഡ് ചെയ്തു. ആദ്യത്തെ ക്യാമ്പിൽ ഒത്തിരി ബുദ്ധിമുട്ടിയാണ്. ബെഡിൽ കിടന്നുകൊണ്ടാണ് ഞാൻ ക്യാമ്പ് അറ്റൻഡ് ചെയ്തതും യോഗ ചെയ്തതും. ഇവിടെ വളരെ റിലാക്സ് ചെയ്ത് യോഗയും ചെയ്തു. ഈ ആഹാര രീതി റോ ഫുഡ് തെറപ്പി ചെയ്യുകയായിരുന്നു. ഒരാഴ്ചത്തെ ക്യാമ്പ് കഴിഞ്ഞ് 30 ദിവസം ഞാനത് തുടർന്നുകൊണ്ട് പോയി. വീണ്ടും ഒരു ക്യാമ്പ് കൂടെ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞപ്പം 60 ദിവസം ചെയ്തു. പിന്നെ എനിക്കൊരു അസുഖം വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ആ പ്രാവശ്യം ഞാൻ 90 ദിവസം ഈ റോ ഫുഡ് തെറപ്പി ചെയ്തു. അന്നേരം ഞാൻ മിക്കവാറും 2 നേരം മാത്രമാണ് കഴിച്ചിരുന്നത്, 10 മണിക്കും 5 മണിക്കും. പക്ഷേ എനിക്ക് യാതൊരു ക്ഷീണവും തോന്നിയില്ല എന്നുള്ളതാണ്. വളരെ മറ്റ് ജോലികളൊക്കെ ചെയ്യുന്നതിനൊക്കെ സഹായകരമായി. എനിക്ക് നടക്കുന്നതിനും വലിയ ബുദ്ധിമുട്ടില്ലാതായി തീർന്നു. പക്ഷേ ഇച്ചിരി ക്രോണിക് ആയതുകൊണ്ട് അതിൻ്റേതായ ബുദ്ധിമുട്ട് ഇപ്പോഴും ഉണ്ട്. ആയുഷ്യായിൽ വന്നു. ഈ തെറപ്പിയും ഈ ഫുഡും കൊണ്ടാണ് ഞാൻ എൻ്റെ ആരോഗ്യം ഇപ്പോഴും മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നു. ഈ ആഹാര രീതി കൊണ്ട് നമ്മുടെ ചില എലിമിനേഷൻ പ്രോസസ്സും ക്രൈസിസും ഒക്കെ ഉണ്ടാകും. പക്ഷെ അതിനെ നമ്മൾ നന്നായിട്ട് നല്ല രീതിയിൽ എടുക്കുകയാണെങ്കിൽ നമുക്കെല്ലാവർക്കും ഈ രോഗത്തിൽ നിന്ന് മുക്തി പ്രാപിക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. അതിനൊരു വലിയ ഉദാഹരണമാണ് മേരിക്കുട്ടി സിസ്റ്റർ. ഇത്രയും സമയം ക്രിയാത്മകമായ ഊർജ്ജവും ജീവിതാനുഭവങ്ങളും ഞങ്ങളോട് പങ്കുവച്ച സിസ്റ്ററിനോടുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. സിസ്റ്ററിൻ്റെ തുടർന്നുള്ള ജീവിതയാത്രകളിലും ഈശോയുടെ കയ്യൊപ്പ് ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. അടുത്ത ആഴ്ച മറ്റൊരു സമർപ്പിത ജീവിതാനുഭവമായി കണ്ടുമുട്ടും വരെ നമുക്ക് പ്രാർത്ഥനയോടെ കാത്തിരിക്കാം.